നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ പല പ്രകാരത്തിലും മാനസികമായുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബാംഗങ്ങളുടെ പിന്തുണയും മേലുദ്യോഗസ്ഥന്റെ സഹായ സഹകരണങ്ങളും ഈ വക അനിഷ്ടമായിട്ടുള്ള ഫലങ്ങളെയോ ദുർഘടങ്ങളെയോ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ നിരന്തരമായിട്ട് അനുവർത്തിച്ചു വരുന്ന വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈശ്വര പ്രാർത്ഥനകളും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശീസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിലുള്ള കൃത്യത കാരണത്താൽ പലപ്പോഴും പല അവസരങ്ങളും വന്നു ചേരുന്നത് കുറയുവാനോ അല്ലെങ്കിൽ അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനോ സാധിക്കുക വളരെ കുറവായിരിക്കും. എന്തായാലും പരിശ്രമത്തിന് യാതൊരു കുറവും ഉണ്ടാവാതെ അത് കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള തൊഴിലും കർമ്മമണ്ഡലങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ശാസ്ത്രീയ വശവും പ്രായോഗിക വശം ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുമെങ്കിൽ പോലും 6 മാസത്തേക്ക് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഗൃഹത്തിൽ നിന്ന് വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതിക്ക് ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള ജോലി സാധ്യത വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതികൾക്ക് പല വിദ്യാർത്ഥികൾക്കും ചേരുവാൻ തീരുമാനിക്കും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. എന്നാൽ അതിനുള്ള കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള ഒരു അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. ഡിസംബർ മാസത്തിൽ ഒടുവിൽ പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും വാഹന ഉപയോഗം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം വാഹന ഉപയോഗത്തിൽ നിന്നും മാറാൻ സാധ്യതയില്ല എങ്കിൽ ഈ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കുക തന്നെയായിരിക്കും നന്നാവുക. സാമ്പത്തികമായിട്ടുള്ള ശേഷി കുറവുള്ളതിനാൽ ചില പദ്ധതികളെല്ലാം ഏറ്റെടുക്കുന്നതിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക നന്നായിരിക്കും. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും യാത്രകൾ വേണ്ടിവരും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ വേണ്ട പോലെ വന്നു ചേരുമെങ്കിലും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലും ജനുവരി മാസത്തിലെ ആദ്യത്തെ പകുതിയിലും ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള സമയത്തിനേക്കാൾ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും എന്ന ധാരണ മുൻകൂട്ടി ഉണ്ടാവേണ്ടതുമാണ്. അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല ആശയങ്ങളും തിരിച്ചു ലഭിക്കുവാൻ സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. ജോലിയിൽ ഇരുന്നും കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അതിന് പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. ഒരുപക്ഷെ അതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം 2025 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ലഭിക്കത്തക്ക വിധത്തിൽ ഒരു കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനാണ് യോഗം കാണുന്നത്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് തണുപ്പ് രാജ്യത്തു നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. അനായാസേന ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനും പണച്ചെലവ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് കഴിഞ്ഞ 6 മാസം മുമ്പ് അപേക്ഷകൾ നൽകിയിരുന്നു. ജോലിക്കായിക്കൊണ്ട് അത് നിരസിക്കപ്പെട്ട ഒരവസ്ഥയിൽ പുനരപേക്ഷ നൽകുവാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
ഭരണ സംവിധാനത്തിലുള്ള പല വിധത്തിലുള്ള അപാകതകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ കുറയുകയും നിലവിലുള്ള രാജ്യത്തിൽ അധിക ചെലവ് അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ മറ്റു രാജ്യങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ കുറവുള്ള ജോലിക്കാർക്ക് പലർക്കും പരിശീലനം നൽകുവാനും മറ്റു ചിലരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പലപ്പോഴും വാസ്തവ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പലരിൽ നിന്നും വന്നു ചേരുന്നത് വഴി സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം വളരെ പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം അന്തിമ നിമിഷത്തിൽ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. ഇതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാൻ ഇടവരുമെങ്കിൽ പോലും ചിലർക്ക് പകർച്ചവ്യാധി, മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, വേറെ ചിലർക്ക് അസുഖങ്ങൾ ഉണ്ടായതിന്റെ ക്ഷീണാവസ്ഥകളെല്ലാം മാറി ജോലിക്ക് പോകാൻ തക്കവണ്ണമുള്ള ഒരു അവസരം വളരെ കുറയും. ഇതിന്റെ വെളിച്ചത്തിൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ ചുമതലകളും വേണ്ട വിധത്തില് നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പരിമിതികൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്നവർക്ക് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് 2-3 മാസമൊക്കെ ആയി എങ്കിലും താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങളെ ലഭിച്ചിരുന്നുള്ളൂ. ഇതിന്റെ വെളിച്ചത്തിൽ സുഹൃത്തുക്കൾ മുഖാന്തരം മറ്റൊരു രാജ്യത്തില് ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ അകാല വിയോഗത്തിൽ മനോവിഷമം അനുഭവപ്പെടും. വാഹനാപകടത്തിന് ദൃക്സാക്ഷിയാകുവാനും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്കും യോഗം കാണുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങൾ വന്നു ചേരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുവാനിടയുണ്ട്. നിർത്തിവച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും 6 മാസത്തിന്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പമൊക്കെ ആണെങ്കിൽ പോലും ഒരുപക്ഷെ വരുന്ന തിരുവോണത്തിനോടനുബന്ധമായിട്ട് മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാര പരിധി വർദ്ധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾ ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും അങ്ങനെയുള്ള സ്ഥാപനത്തിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ജോലി ചെയ്യുന്നത് തുടർന്ന് വരുന്ന മെയ് മാസത്തിന് ശേഷം ഈ വ്യാപാരത്തിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ ഈ ജനുവരിയിൽ വർഷാരംഭം എന്നുള്ള നിലയിൽ തുടക്കം കുറിക്കണമോ എന്ന ധാരണയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ടും പണം സമാഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടും മെയ് മാസം വരെ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവ്വാതിരങ്ങൾക്കും വഴിയൊരുക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടയുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായിട്ടും സ്വന്തം ഭാവനകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി ലഭിക്കുമെങ്കിലും
അന്തിമ നിമിഷത്തിൽ ആരുടെങ്കിലും ഒരാളുടെ ജോലി നഷ്ടപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് ദൂരയാത്രകൾ വേണ്ടി വരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും അന്തിമ നിമിഷത്തിൽ അതിൽ നിന്നും ചില കുടുംബത്തിലെ സാഹചര്യങ്ങളെ കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായിട്ട് പുതിയ തൊഴിൽ മണ്ഡലങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ മാതാപിതാക്കൾക്ക് പല വിധത്തിലും സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വിദേശത്ത് താമസിക്കുന്നവർക്കോ ദൂരദേശത്ത് താമസിക്കുന്നവർക്കോ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ ധനാഢ്യനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കാൻ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് ഒരു പക്ഷേ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. സുതാര്യത കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പല സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഈശ്വര പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും ഈ വക സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വന്നു ചേരുവാൻ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.